ഇന്ന് വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി വന്ന് പുറത്ത് നോക്കുമ്പോൾ സുന്ദേട്ടനെ കാണാനില്ല. ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു. ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് വണ്ടി കയറിയിരുന്ന് നോക്കുമ്പോണ്ട് ആള് ചെടി നനയ്ക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ റെഡിയായി വരൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഈ ചെടി ഒന്ന് നനച്ച് കഴിയട്ടെ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ആളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പണി ചെയ്യുകയാണെങ്കിൽ അത് കഴിയാതെ പിന്നെ വേറെ എവിടേക്ക് നോക്കണ ഒരു സ്വഭാവമല്ല. അപ്പോൾ പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു എന്നാൽ ശരി വാ പോവാമെന്നും പറഞ്ഞു. പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ എവിടേക്കാണ് നമ്മൾ പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ ശരി നമ്മുടെ ഒരു കസിൻ ഉണ്ട്, ആ കസിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടി. അവളുടെ പേര് ബെല്ല എന്നാണ് കേട്ടോ. അതിനെ കണ്ടപ്പോൾ പോപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി. പോപ്പി അതിനെ എടുത്തു, അതിനെ തടവി കൊടുക്കണു, അതിന് ഉമ്മ വയ്ക്കണു. അത് കണ്ടപ്പോൾ എനിക്കും അതിനെ നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല കാണാൻ നല്ല ചന്തമുണ്ട്. അപ്പോൾ അവളെ ഞാനും അവളവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഞാനും പോയിട്ട് അവളെ ഒന്ന് തലോടി കൊടുത്ത് അവൾ മിണ്ടാണ്ട് സുഖമായിട്ട് ആ തലോടൽ ആസ്വദിച്ച് കിടന്നു. അവരുടെ വീടിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ. നമ്മൾ പറയില്ലേ ഗ്രാമീണ ഭംഗിന്ന്, അതുപോലെയുള്ള സ്ഥലം കേട്ടോ. നിറയെ പാടവും പറമ്പും, അതുപോലെ മുന്നിൽ തന്നെ റെയിലുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പുഴയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ട്രെയിൻ പോയി. അത് കണ്ടപ്പോൾ പോപ്പി വേഗം അതിൻ്റെ ബോഗികളുടെ എണ്ണാണ്. നമ്മൾ പണ്ട് ചെയ്തിരുന്നല്ലോ അതുപോലെ ബോഗികൾ ഇങ്ങനെ എണ്ണുമല്ലോ, അതേപോലെ ഉണ്ട് അവൻ എണ്ണണു. പിന്നെ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് വേഗം വണ്ടി കയറി ലേറ്റ് ആയില്ലേ വേഗം വീട്ടിലേക്ക് എത്താമെന്ന് വിചാരിച്ച് വരുമ്പോൾ അവിടെ ഹോട്ടലിൻ്റെ ഒരു ബോർഡ് കണ്ടപ്പോൾ പോപ്പിയുടെ മനസ്സ് മാറി. പോപ്പി പറഞ്ഞു അച്ഛാ നല്ല ചിക്കൻ്റെ മണം പറഞ്ഞു. അപ്പം അച്ഛൻ മനസ്സിലായി പോപ്പിക്ക് കഴിക്കണം. അച്ഛൻ അവിടെ വണ്ടി നിർത്തി, ഞങ്ങൾ എല്ലാവരും കൂടി കയറി. നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. പോപ്പിക്ക് പിന്നെ ബിരിയാണി തന്നെ വേണ്ടുള്ളൂ. പോപ്പി വേഗം ബിരിയാണി കഴിച്ചു. ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്തു. നല്ലൊരു ഭക്ഷണമായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്.